ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവശങ്കരൻ, ഇവിടെ മാർഗനിർദ്ദേശം നൽകിയ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, എൻ്റെ ഗുരുനാഥനും ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ കദംബ നമ്പൂതിരി മാഷ്, വേദിയിലിരിക്കുന്ന വാസുവേട്ടൻ, ഉണ്ണേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ്. കാരണം നാളെ സ്കൂൾ തുറക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ മുൻ വർഷത്തെ പോലെയല്ല ഈ ചെറിയ കുട്ടികൾ LKG മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുൻ വർഷങ്ങളെ പോലെ അല്ല. ഈ വർഷം പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പോയാൽ മാത്രം അത് ജയിച്ച് 9ാം ക്ലാസ് വരെ പോകാമെന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി വെച്ചും കൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ നേരാവണ്ണം പഠിപ്പിക്കുന്ന ഒരു രീതി ആദ്യം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടെ സോമജി ഞാൻ വരുമ്പോൾ കേട്ടത് ഇതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞു. കാരണം കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഇവിടുത്തെ ആളുകളെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, അവർക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്വാമിജി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ ആര് സംഘടനകൾ നടത്തിയാലും ഫുൾ A+ ഉള്ള ആളുകളെ മാത്രമേ ആദരിക്കാറുള്ളൂ. സ്വാമിജി അതല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. SLC പാസ്സായ എല്ലാ വിദ്യാർത്ഥികളെയും, +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുകയാണ്. അത് നമുക്കൊരു പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. പല ആളുകളുടെയും ചിന്ത ഫുൾ A+ കിട്ടിയവർ മാത്രമാണ് അറിവുള്ളവർ എന്ന തോന്നല് നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. കാരണം ഫുൾ A+ കിട്ടിയ ആളുകൾ SLC കഴിഞ്ഞ കുട്ടികൾ +2ലേക്ക് മാറുമ്പോൾ അവർ ചിലപ്പോൾ ആ രീതിയിൽ ഫുൾ A+ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ SLCയിൽ വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ച് ജസ്റ്റ് പാസ്സായ കുട്ടികൾ അവർ ഒന്നുകൂടി ഉന്മേഷത്തോടു കൂടി പഠിച്ച് +2 വരുന്ന സമയത്ത് ഫുൾ A+ വാങ്ങാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഗുരുനാഥൻ കദംബ നമ്പൂതിരി മാഷെ ഇപ്പം കാണുക. ഇപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അമ്മമാരോട്, രക്ഷിതാക്കളോട് അല്ലെ അമ്മമാരോടും അച്ഛന്മാരുള്ള സ്നേഹം കുറഞ്ഞു, അധ്യാപകരുള്ള ഗുരുനാഥങ്ങളുടെ ബഹുമാനം കുറഞ്ഞു. പക്ഷെ അത് പോരാ, പഴയയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കാരണം ബഹുമാനം, സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കത് എന്നേക്കും നിലനിൽക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മുടെ രക്ഷിതാക്കളോടുള്ള സ്നേഹം മറ്റു സുഹൃത്തുക്കളോട് മാത്രമായ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയാണ്. ലഹരിയുടെ കാലഘട്ടമാണ്. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടത് 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ മറ്റ് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല കൂട്ടുകാരെ, നല്ല സ്നേഹിതന്മാരെ കണ്ടെത്തണം. കാരണം 10ാം ക്ലാസ് വരെ പോകുന്ന കുട്ടികൾ ചെറുകോട് സ്കൂളായിരിക്കും പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ വണ്ടൂരിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളായിരിക്കും +1ലേക്കാണെങ്കിലും ഡിഗ്രിയിലേക്കാണ് വരിക. അപ്പം നമുക്ക് നല്ല കുട്ടികൾ, നല്ല സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോവാത്ത കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നാടിനും രാജ്യത്തിനും സമൂഹത്തിനും നമ്മുടെ രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തണം. കുറേ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാൽ ജോലി കിട്ടാൻ മാത്രമല്ല, ഒരറിവ് എന്ന് പറയുന്ന മരണം വരെ നമുക്ക് അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരിക്കണം. ഒരിക്കലും ഒരാൾ പഠനം നിർത്താൻ പാടില്ല. അത് നാം ചെയ്യേണ്ടത് ഒന്ന് വായിക്കണം. വായനാശീലം കുട്ടികളിൽ തീർന്നു പോയി. പക്ഷെ നമ്മൾ വായിക്കണം. കാരണം ഒരു ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടി കഴിഞ്ഞ വർഷം നീന്തലിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി പഞ്ചായത്തിൽ വന്നപ്പോൾ നിങ്ങളൊരു അപേക്ഷ എഴുതി തരുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എഴുതാൻ അറിയുന്നില്ല. നേരത്തെ സുബ്രഹ്മണ്യം പറഞ്ഞ പോലെ മലയാളം എഴുതാൻ നമുക്ക് അറിയുന്നില്ല. പക്ഷെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളെ മലയാളം എഴുതണം. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോയാൽ ഒരു മലയാളം കാണില്ല, അവിടെ തമിഴാണ് കാണുന്നത്. കർണാടകയിൽ പോയാൽ അവിടെ കർണാടക കാണുന്നത്. പക്ഷെ മലയാളം നമുക്ക് എഴുതാൻ അറിഞ്ഞില്ല എങ്കിൽ പുതിയ രീതിയിൽ വരുമ്പോൾ എല്ലാ അപേക്ഷകളും മലയാളം. മുമ്പൊക്കെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷകളൊക്കെ
വന്നിരുന്നത് അല്ലെങ്കിൽ ഉത്തരവുകൾ വന്നിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ അത് മലയാളത്തിലായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളിൽ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണം. വായനാശീലം വളർത്തിയിട്ടില്ല എങ്കിൽ നമുക്ക്, കാരണം ഇപ്പൊ മൊബൈലിൽ വാട്സപ്പിൽ എഴുതേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുതുന്ന രീതിയിൽ വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുത്തു വായന കൂടുതൽ പഠിച്ച് നല്ല ഉയർന്ന നിലവാരത്തിലുകയും നാട്ടിനും നാട്ടുകാർക്കും വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തതിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാം. മറ്റു ആളുകൾക്ക് വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിനെ ക്ഷണിച്ച ഇതിന് സ്വാമിജിയെ ഇതിന് സംഘാടനയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് തുടർന്ന് കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്വാമിജി ഇവരും ഇവിടെ ഈ രവിമംഗലം മാത്രമുള്ള ആളുകളല്ല, കണ്ണൂരിലെ ആളുകളുണ്ട്, വയനാട്ടിലെ ആളുകളുണ്ട്, അവരൊക്കെ. അപ്പൊ അങ്ങനെ ഇത് നടത്തുന്ന സ്വാമിജിക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.